ഇന്ന് നമുക്കേ ഒരു ലെമൺ ഡേറ്റ്സ് പിക്കിൾ ആയാലോ. എന്തൊക്കെ പുതിയാള മനുഷ്യനില്ലേ. ഇന്നിപ്പോ ഇതിന്റെ ഒരു ചെറിയ ക്രേവിങ്സ് ആണ് ഇട്ടത്. അതിനു വേണ്ടിയിട്ടേ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ കുരു കളഞ്ഞ് നന്നായിട്ട് ഉടച്ച് വെച്ച ഡേറ്റ്സ്, പിന്നെ നന്നായിട്ട് ഉപ്പിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ. അപ്പൊ ഇത്രയായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അങ്ങനെ സ്റ്റവ് ഓൺ ചെയ്യുക. അതിനുശേഷം ചുവട് കട്ടിയുള്ള ഒരു ചട്ടി വെച്ചു. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു. ഉലുവ പൊട്ടി തുടങ്ങിയപ്പോൾ അതിലേക്ക് അടുത്തതായിട്ട് കടുക് ഇട്ടു. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പിന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഇനിയിപ്പോൾ ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യാണ്. അതിനുശേഷമാണ് കേട്ടോ നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അച്ചാർ പൊടി, അതുപോലെ തന്നെ നമ്മുടെ കായപ്പൊടി എന്നിവ ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് നാരങ്ങ ഇട്ടു. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ. കുരുവൊക്കെ കളഞ്ഞു വെച്ച ഡേറ്റ്സ് ആണ്. ഇനി അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിത്തിരി ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ലെമൺ ഡേറ്റ്സ് പിക്കിളിന്റെ അവസാന ഘട്ടത്തിൽ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു. അപ്പൊ ഇതിങ്ങനെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതിന് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്